കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷന്റെ കീഴിൽ ശ്രീകണ്ഠപുരം നഗരസഭയിലെ കണിയാർ വയലിൽ ശ്രീകണ്ഠപുരം ഇരിട്ടി സംസ്ഥാന പാതയ്ക്ക് സമീപത്തുള്ള ബിൽഡിംഗിലായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സർക്കാർ വിദേശ മദ്യ ഷോപ്പിനെതിരെ പ്രദേശവാസികളായ കണിയാർ വയൽ സ്വദേശികൾ പ്രതിഷേധവുമായി രംഗത്ത്. ബിൽഡിംഗിന്റെ മുൻവശത്തായി അപകട മേഖലയാണെന്ന് ചൂണ്ടിക്കാട്ടി ബാനറുകളും പ്രത്യക്ഷപ്പെട്ടു. പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ നാട്ടിലെ ഒരു ബീവറേജ് തുടങ്ങാൻ പോകുന്നുണ്ടെന്നൊക്കെ പുറത്തുനിന്നുള്ള ചെറിയൊരു അറിവുണ്ട്. അത് ഞാൻ പരിസരവാസിയാണ്, തൊട്ടടുത്തുള്ള ആളാണ്. അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അത് നിർത്തിത്തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രായം ചെന്ന ഇതാണ്, ഞങ്ങൾക്ക് ഒന്നിനും അസുഖമുണ്ട്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശല്യമാണ്. അതിന്റെ പേരിലാണ് ഞങ്ങളിത് വേണ്ടെന്ന് പറയുന്നത്. പിന്നെ റോഡിന്റെ വളവോ അപകട സാധ്യതയോ പരിഗണിക്കാതെ നമ്മുടെ പരിസരവാസികളും പ്രദേശവാസികളുടെയും അഭിപ്രായമൊന്നും എടുക്കാതെ വെറും ഒരു സാങ്കേതികത്വത്തിന്റെ പേര് പറഞ്ഞ് ഔട്ട്ലെറ്റ് വരുന്നത് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം കൊച്ചുകുട്ടികളടക്കം ഫാമിലിയായിട്ട് താമസിക്കുന്ന 4-5 വീടുകളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഒരു 500 മീറ്ററിനുള്ളിൽ വയക്കര ഗവൺമെന്റ് UP സ്കൂള്, അതുപോലെ കണിയാർവയല് പള്ളി, അതുപോലെ പിന്നെ മദ്രസ, അതിലേക്ക് വരുന്ന കുട്ടികളെല്ലാം ഇവിടുന്നെല്ലാം പോകുന്നവരാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ കേവലം ഒരു സാങ്കേതികത്വത്തിന്റെ പേരിൽ മാത്രം ഗവൺമെന്റ് ഔട്ട്ലെറ്റ് പാസ്സാക്കുകയും അതിൽ കൂടി വിതരണം ചെയ്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. കാരണം സ്ഥിരമായി അപകടം നടക്കുന്ന വളവുകളാണിത്. ഈ 1.5 മാസം മുമ്പ് ഒരു കാറ് വന്ന് ചായക്കാരിലേക്ക് മറിഞ്ഞു വീണു. അത് പോലീസ് കേസായില്ലാതെ അവരെ പൊക്കിയെടുത്തു കൊണ്ടുപോയി. പക്ഷെ അതുകൂടാതെ 1 വർഷം മുമ്പ് അവിടെ വയക്കര സ്കൂളിന്റെ ഒരു ബസ് മറിഞ്ഞ് കുട്ടികൾക്ക് കുറെ പരിക്കുറ്റി ഭയങ്കരമുള്ള ഒരു പ്രശ്നമാണ്. കാരണം അങ്ങനത്തെ ഒരു വളവാണിത്. പണ്ട് തന്നെ സ്വാമിവട്ട എന്ന് പറയുന്നത് ഒരു ഭീകരമായ ഒരു സ്ഥലം. അതായിരിക്കും അതിലൊക്കെ തനിച്ച് യാത്ര ചെയ്യാനോ പിടിക്കാനോ ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലത്ത്. ഇതുകൊണ്ട് നമുക്ക് അതിന്റെ നമ്മൾ ആശങ്ക അറിയിക്കുകയാണ്. ഇത് ഇവിടെ എന്തായാലും പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇത്. അഥവാ വരികയാണെങ്കിൽ അതിനെതിരെ നമ്മൾ ശക്തിയുക്തമായ സമരത്തിൽ ഉണ്ടാവും എന്നുള്ളത് മാത്രം പറയുകയാണ്. കാരണം ഒരു ഗവൺമെന്റിന്റെ പോളിസി എതിർക്കുകയല്ല. കാരണം ഗവൺമെന്റിന്റെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ഒരു സ്ഥാപനം വരുന്നതിലുള്ള ആശങ്ക മാത്രമാണ് അറിയിക്കുന്നത്. അതായത് പരിസരവാസികളുടെ ഒരു അറിയിപ്പുമില്ലാതെ സാധാരണ ഒരു ഗവൺമെന്റ് ഇതിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഒരു കൺസെന്റ് എടുക്കലിന്റെ ഒരു ആവശ്യമുണ്ട്. ഇതൊന്നുമില്ല. ഞങ്ങൾ 3 വർഷമായി ഊഹാപോഹങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അന്വേഷിച്ചപ്പോൾ ഇല്ലപ്പാന്ന് പറഞ്ഞു. പിന്നെയാണ് സുപ്രഭാതത്തിൽ ഇതാ നാളെ ഇത് ഏകദേശം അതിന്റെ ഒരു അടിസ്ഥാനത്തിലൊക്കെ എത്തി. പക്ഷേ ഇത് തന്നെയാണ് നമ്മുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനവും. കാരണം ഞങ്ങളുടെ ഒരു കൺസെന്റോ അഭിപ്രായമോ ചോദിക്കാതെ ഒരു സ്ഥാപനം തുടങ്ങാന്ന് പറയുമ്പോൾ അതൊരു പിടിവാശി പോലെയല്ലേ. ഒരു സാമ്പത്തികത്തിന്റെ പേര് മാത്രം പറഞ്ഞൊരു ജനങ്ങളെ സുരക്ഷയ്ക്കില്ലാതെ കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഉത്തരവാദിത്തം ഇല്ലേ? ഇത് നമ്മളുടെ വളരെ ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം പ്രായമുള്ളവരും പ്രായം എല്ലാം താമസിക്കുന്ന ഒരു ഏരിയ ആണിത്. അതായത് വളരെ മിക്സഡ് ആയിട്ട് വളരെ സമാധാനമായി ജീവിക്കുന്നു. ഇതിന്റെ തൊട്ട് 50 മീറ്റർ ചുറ്റളവിലാണ് പള്ളിയും സെമിത്തേരിയും ഉള്ളത്. അതും കൂടി അവർ മനസ്സിലാക്കണ്ടേ. കാരണം ഇതൊന്നും ഒരു സാങ്കേതികത്വത്തിന്റെ പേര് പറഞ്ഞിട്ട് മാത്രമാണ് മെയിൻ റോഡിന്റെ അളന്നിട്ട് 50 മീറ്റർ ചുറ്റളവിലല്ല വീട് എന്നുള്ളത്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അയൽപക്കത്താണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറുന്നത് മാത്രം കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രതിഷേധമായിട്ട് ഞങ്ങൾ പോകുന്നത്. കാരണം അത് അവിടെ തുറക്കാനുള്ളൊരു ഇതില്ല, സമരമുറിയിലേക്കാണ് നീങ്ങുന്നത്. കാരണം നമുക്ക് നമ്മുടേതായ ഒരു ജീവിത പ്രശ്നങ്ങളല്ല ഇത്. സ്വസ്ഥമായി ജീവിക്കണം. ഞാനിവിടെ 15 കൊല്ലം മുമ്പ് ഇവിടുത്തെ വന്ന് താമസം തുടങ്ങിയതാണ്. ഒരു ശാന്തമായ സ്ഥലമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വാങ്ങിയതാണ്. ഇതുവരെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. അതിന്റെ സുഖത്തിൽ ജീവിക്കുന്നു. അതെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വരും. ഇതിനെതിരെ നമ്മളൊരു സമരമുറിയിലേക്ക് മുഴുവൻ നീങ്ങേണ്ടി വരും. അതേ പറയാനുള്ളൂ. കുറെ നാളായി ഇങ്ങനെ പറയുന്നു, ഇത് വരുന്നു എന്നും പറഞ്ഞിട്ട് ഇപ്പോഴാണ്ട് വരുന്ന ലക്ഷണങ്ങൾ കാണുന്നത്. അത് ഈ പ്രദേശത്തുള്ള ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ വളവിലിപ്പോൾ ഹോട്ടൽ തന്നെ തുടങ്ങിയിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വരാതിരിക്കുന്നതാണ് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ നല്ലത്. കാരണം പിന്നെ കുടിക്കാൻ പോകാത്തവരും നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് പിള്ളേരെ ഒന്നും കുടിക്കരുതെന്നും പറഞ്ഞാൽ വളർത്തി വിട്ടിരിക്കുന്നത്. ഇപ്പൊ ഇത്രയും അടുത്ത് വരുമ്പോ നമ്മുടെ മക്കൾ തന്നെ ചിലപ്പോ പോയി അതിൽ പെടാൻ കമ്പനി കൂടി പോയി അങ്ങ് സാഹചര്യം അതിന് ഒരുക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് വരാതിരുന്നാൽ കുഴപ്പമില്ല. ദൂരെ പോയി ദൂരെയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ പാടിയില് അവിടെ ആണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ ജനവാസം ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടെ അത് ശരിയില്ല. കാരണം എന്ന് വെച്ചാൽ വളവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും അതൊരു ദോഷമാണ്. ഈ പ്രദേശത്തിൽ അതൊരു ഗുണമല്ല. സർക്കാർ സ്ഥാപനമാണെങ്കിലും അത് ഗുണമല്ല, ദോഷമാണ് ഉണ്ടാവുക പ്രദേശത്തുള്ളത്.